സഹോദരങ്ങളെ, മൂപ്പരിക്കിപ്പോ തീരെ സമയമില്ല. സമയമില്ല, ഓടുക മൂപ്പര്, ഓടി രക്ഷപ്പെടുകയാണ്. ആ മുഖാമുഖത്തിൽ വന്ന ആവേശമൊക്കെ എവിടെ ചോർന്നുപോയി അലവി സഖാഫി. അങ്ങനെ ഓടാനൊന്നും ഞങ്ങൾ സമ്മതിക്കൂല. ഈ മുഹമ്മദ് രചിച്ച മുഹയ്യദ്ദീൻ മാല ആണത്തമുള്ളവരുണ്ടെങ്കിൽ, പാണ്ഡിത്യമുള്ളവരുണ്ടെങ്കിൽ, ധൈര്യമുള്ളവരുണ്ടെങ്കിൽ, മുജാഹിദ് ആദർശത്തിൽ എന്തെങ്കിലും ഒരു ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ മുഹമ്മദ് രചിച്ച മുഹയ്യദ്ദീൻ മാലയല്ലേ അവർ ചോദ്യം ചെയ്യേണ്ടത്? അസ്സലാമു വറഹ്മത്തുള്ളാഹി. കേട്ടല്ലോ പ്രിയപ്പെട്ടവരെ, റഫീഖ് സലഫി വലിയ ചോദ്യം ചോദിക്കുന്നു. സംഗതി എന്താണ്, വിഷയമെന്താണ്? ബഹുമാനപ്പെട്ട കൊളത്തൂർ അലവി സഖാഫി ഉസ്താദ് മുഹ്യിദ്ദീൻ മാലയുമായി ബന്ധപ്പെട്ട് ഒരു മുഖാമുഖം നടത്തി. ആ മുഖാമുഖമാകുമ്പോൾ ചോദ്യവും ഉത്തരവും ഒക്കെ ഉണ്ടാകുമല്ലോ. ആ നിലയ്ക്ക് ഒരു മുജാഹിദ് പ്രവർത്തകന്റെ ചോദ്യത്തിന് മുമ്പിൽ വന്ദ്യരായ ഉസ്താദിലേക്ക് മറുപടി പറയാൻ കഴിയാതെ വലിയ പ്രയാസപ്പെട്ട് ഓടിപ്പോയി എന്നൊക്കെയാണ് ഈ സലഫി എന്തോ വിളിച്ചു പറയുന്നത്. അപ്പൊ സലഫി പറയുമ്പോൾ അല്പം കോമഡി ഉണ്ടാകുമെന്ന് കേൾക്കുന്ന എല്ലാവർക്കും അറിയാം. അങ്ങനെ സലഫിയുടെ ആ പ്രസംഗത്തിന്റെ ഈ സഖാഫി ഉസ്താദ് ഓടിപ്പോയി എന്ന് പറഞ്ഞ ഭാഗം അദ്ദേഹം ജനങ്ങളെ കേൾപ്പിക്കുന്നുണ്ട്. ആദ്യം എന്റെ കൂട്ടുകാര് അതൊന്ന് കേട്ടു നോക്ക്. നമുക്കിപ്പോ ചോദിക്കാനുള്ളത്, പിന്നെ മുഹയ്യിദ്ദീൻ ശൈഖിന്റെ മനാഖിബ് പല ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഈ മുഹയ്യിദ്ദീൻ ശൈഖിന്റെ ഒരു മുരീദ് മരിച്ചു. ഇത് മരിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ വന്ന് പറഞ്ഞു, എന്റെ ഭർത്താവ് മരിച്ചു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ മുഹയ്യിദ്ദീൻ ശൈഖ് അസ്രായിലിന്റെ അടുത്ത് പോവുകയും എന്നിട്ട് അസ്രായില് മലക്കിനോട് ചോദിക്കുകയും റൂഹ് ചോദിക്കുകയും കൊടുക്കാത്ത സമയത്ത് ഒരു സെക്കൻഡ് ഇടപെടുകയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ആ ചോദിക്കാൻ പോകുന്ന സംഭവം എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. നമ്മൾ ഇന്നത്തെ വിഷയം പറഞ്ഞു കഴിയട്ടെ. ഇന്നത്തെ വിഷയം ഖാളി മുഹമ്മദ് രചിച്ച മുഹയ്യിദ്ദീൻ മാലയാണെന്ന് പറഞ്ഞിരുന്നു. നേരത്തെ വിഷയാവതരണം മുതൽ, സ്വാഗതം മുതൽ പറഞ്ഞിരുന്നു. ആ മുഹയ്യിദ്ദീൻ മാലയിൽ ഉള്ള വിഷയമാണെങ്കിലേ ഇവിടെ ചോദിക്കേണ്ടതുള്ളൂ. അല്ലാത്ത ഒരുപാട് കഥകളും സംഭവങ്ങളും മുഹയ്യിദ്ദീൻ ശൈഖിനെ കുറിച്ച് പ്രചാരത്തിലുണ്ട്. അതിനെപ്പറ്റി ഇവിടെ അല്ല നമ്മുടെ ചർച്ച. മുഖാമുഖം നടത്തുന്നത് ഖാളി മുഹമ്മദ് രചിച്ച മുഹയ്യിദ്ദീൻ മാലയെ കുറിച്ചാണ്. അതിൽ ഈ സംഭവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് നിങ്ങൾ ആ വരി ഒന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മറുപടി പറയാൻ എളുപ്പമാവും. വേഗം പറയണം, സമയം കഴിക്കരുത്. അല്ല, ഞാൻ അതിന്റെ ചോദ്യം ഇത് പറഞ്ഞാൽ എന്ത് ചോദ്യം അല്ലല്ല, അത് ഞാൻ നിങ്ങളെ ചോദ്യം എനിക്ക് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ പറയുന്ന ആ സംഭവം ഖാളി മുഹമ്മദ് രചിച്ച മുഹയ്യിദ്ദീൻ മാലയിലെ ഏത് വരിയാണ്? ആ വരി ഇങ്ങോട്ട് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാലല്ലേ ഞാൻ എന്താ പറയാൻ പോകുന്നത്? ചോദിക്കണതും ചോദിക്കാൻ പോണതും അതിന്റെ അപ്പുറമുള്ളതും എനിക്ക് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ പറയണത്. ആ ഏത് വരിയാണെന്ന് മാത്രം പറഞ്ഞാൽ സംഭവം പെട്ടെന്ന് തീരും. സമയമില്ലാത്തോണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് നല്ല രസമായിരുന്നു സമയം ഇങ്ങനെ പറഞ്ഞു പോണത്. 11:30 മണിയായി, അതുകൊണ്ടാണ്. എന്റെ ചോദ്യം കേട്ടാലല്ലേ ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാവും. നിങ്ങൾ പറയുന്നതും അതിന്റെ അപ്പുറം എനിക്കറിയാം. ഒരു മിനിറ്റ് കാത്തുന്നൂടെ? അര മിനിറ്റ് വേണ്ടി കാക്കാം. ഒരു മിനിറ്റ്. അപ്പൊ അസ്രായിലിനോട് അവസാനം കൊട്ട തട്ടി അപ്പൊ റൂൾ പോയി. അതല്ലേ ആ റൂൾ പോയി, കൊട്ട തട്ടി റൂൾ പോയി. ഇനി പറയും. ഇത് പുതിയ മുഹയ്യിദ്ദീൻ മാല എന്ന് പറയുന്ന മുഹയ്യിദ്ദീൻ മാലയിലുള്ളതാണ്. ഖാളി മുഹമ്മദ് രചിച്ച മുഹയ്യിദ്ദീൻ മാലയിൽ ഉള്ളതല്ല. ഞാൻ പറയട്ടെ, ഖാളി മുഹമ്മദ് രചിച്ച മുഹയ്യിദ്ദീൻ മാലയിൽ ഉള്ളതല്ല. അതാണ് ഞാൻ പറഞ്ഞിട്ടില്ല ഖാളി മുഹമ്മദ് രചിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇവിടുത്തെ മുഖാമുഖത്തിൽ ഖാളി മുഹമ്മദ് രചിച്ച മുഖാമുഖത്തെ കുറിച്ചാണ് നമ്മുടെ ചർച്ച. അതിനാണ് ഞാൻ ആമുഖം പറയണത്. കേട്ടല്ലോ സഹോദരങ്ങളെ, ഈ ക്ലിപ്പ് കണ്ട എല്ലാവർക്കും അറിയാം ഇവിടെ വിഷയം എന്താണ്. ഒരു സ്വാഭാവികമായ മാന്യമായ പ്രതികരണമാണ്. ഒരു മുഖാമുഖം നടക്കുമ്പോൾ ഒരു വിഷയാസ്പദമായിരിക്കും. ആ മുഖാമുഖത്തിൽ ആ വിഷയത്തെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കാവൂ. അതേ സമയത്ത് മറ്റുള്ള പല വിഷയങ്ങളും ആ മുഖാമുഖത്തിൽ ചോദിക്കുമ്പോൾ ഈ മുഖാമുഖത്തിന്റെ സുഗമമായ മുന്നോട്ടുള്ള ഗമനത്തിന് തടസ്സമാകുമെന്ന് എല്ലാവർക്കും അറിയാം. ആ നിലയ്ക്ക് സഖാഫി ഉസ്താദ് ഭയത്തിൽപ്പെടാത്ത മറ്റു വിഷയം ചോദിച്ചപ്പോ അതിവിടെ ചോദിക്കാൻ പാടില്ല എന്ന നിലയ്ക്ക് പറഞ്ഞതാണ്. കണ്ടോ, സഖാഫിക്ക് സമയമില്ലത്രേ, ഉത്തരം പറയാൻ കഴിയാതെ ഓടിപ്പോകുന്നു എന്ന് ഈ സലഫി പറയുമ്പോ, സലഫി നിങ്ങൾക്ക് നാണമില്ലേ?
ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. അതെന്താണ്? സലഫിയെ പോലത്തെ ബിദ്അത്തിന്റെ ആളുകൾക്ക് എന്തുകൊണ്ടാണ് ഇത്തരം അപഹാസ്യങ്ങൾ, പൊട്ടത്തരങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ വിളിച്ചു പറയേണ്ടത്? അതിന്റെ യഥാർത്ഥ മറുപടി വന്നിരായ സഖാഫി ഉസ്താദ് തന്നെ പറയുന്നുണ്ട്. ആദ്യം എന്റെ കൂട്ടുകാർ സഖാഫി ഉസ്താദ് പറഞ്ഞൊന്ന് കേട്ടു നോക്ക്. അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആദർശങ്ങളെ പ്രാമാണികമായി തൊടാൻ അവർക്ക് സാധിക്കാതെ വന്നപ്പോ സ്വാഭാവികമായും അവർക്ക് അവസാനത്തെ പുൽക്കൊടിയായി അവർ കൊണ്ടു നടക്കുന്നത് സുന്നികൾ ഉപയോഗിക്കുന്ന മാല മൗലിദുകളെയാണ്. സുന്നികളുടെ മാല മൗലിദുകൾ ഉയർത്തിക്കാണിച്ച് അത് മുഴുവനും അബദ്ധമാണ്, അത് അന്ധവിശ്വാസമാണ്, അത് പ്രമാണങ്ങളുടെ പിൻബലമില്ലാത്തതാണ്, അതുമായി ഇസ്ലാമിന് ബന്ധമില്ല എന്ന് പറഞ്ഞ് സാധാരണക്കാരായ മുജാഹിദുകളെ ഇവർ ഈ ദുഷിച്ച ആശയം അവരുടെ ഹൃദയത്തിലേക്ക് അടിച്ചു കയറ്റി എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. സാധുക്കളായ മുജാഹിദുകളുണ്ടാവും, കഥയറിയാതെ മൗലവിമാരല്ലാത്ത സാധാരണക്കാർ ഇത് ഇസ്ലാമാണ് എന്ന് കരുതി അതിൽ അതിൽ എത്തിപ്പെട്ടവർ. അവരെ സംബന്ധിച്ചിടത്തോളം അവരെ അതിൽ പിടിച്ചു നിർത്തുക എന്നത് ഇവരുടെ ഒരു ദൗത്യമാണ്. അതുകൊണ്ട് അതിനു വേണ്ടി അവര് നമ്മുടെ മാലകളെയും മൗലിദുകളെയും അങ്ങേയറ്റം ദുർവ്യാഖ്യാനിക്കുകയും അതിനെ ആ മഹാത്മാക്കളായ ഔലിയാക്കളെ കൊച്ചാക്കുകയും അതിനുള്ള പരാമർശങ്ങൾ അതൊക്കെ ഖുർആനിനും സുന്നത്തിനും വിരുദ്ധമാണ് എന്ന് പ്രചണ്ഡമായ പ്രചാരണം നടത്തി അണികളെ പിടിച്ചു നിർത്താൻ അവർ ശ്രമിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മാല മൗലിദുകളിലേക്ക് ശ്രദ്ധിക്കുകയും ആ വിഷയത്തിൽ ഒരു മുഖാമുഖം നടത്തണം എന്ന് തീരുമാനിക്കുകയും ചെയ്തത്. സഹോദരങ്ങളെ, തൗഹീദിന്റെ വിഷയത്തിൽ തന്നെ ഈ ജനങ്ങൾക്ക് സത്യം ബോധ്യപ്പെടുത്താൻ ഈ കൂട്ടം ബിദ്അത്തിന്റെ ആളുകൾക്ക് കഴിയാതെ വരുമ്പോ ഇത്തരം ഇല്ലാത്ത കഥകൾ സുന്നികൾക്ക് മേൽ അടിച്ചമർത്തുന്ന ഈ വഹാബി പ്രസ്ഥാനം ആളുകളോട് നമുക്ക് പറയാനുള്ളത്, സുന്നത്ത് ജമാഅത്തിന്റെ ഓരോ അണികൾക്കും പറയാനുള്ളത് വന്നിരായ സഖാഫി ഉസ്താദ് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. കേട്ടുനോക്കൂ നിങ്ങൾ. മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ മഹാനവറുകളുടെ മാലകളെന്നും അല്ലെങ്കിൽ മൗലിദുകളെന്നും ഒക്കെ പേരിൽ പലരും പലതും രചിച്ചിട്ടുണ്ട്. മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ രചിച്ചിട്ടുള്ള 10ഓളം രചനകൾ എന്റെ കൈവശം തന്നെയുണ്ട്. അതിൽ ഒരുപാട് മാലകളുണ്ട്. അപ്പോ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ രചിച്ചത് മുഴുവനും കൂടി സുന്നികൾ അംഗീകരിക്കണമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യം അല്ല. സുന്നികൾ അംഗീകരിക്കുന്നത് ഏത്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പരമോന്നതരായ മഹാപണ്ഡിതന്മാർ അവർ നമുക്ക് കാണിച്ചു തന്നതും പഠിപ്പിച്ചു തന്നതുമായ മാലകളുണ്ട്, മൗലിദുകളുണ്ട്. മുഹയ്യിദ്ദീൻ ശൈഖിന്റെ പേരിൽ രചിക്കപ്പെട്ടു എന്നതുകൊണ്ട് അതെല്ലാം സുന്നികളായ നാം അല്ലെങ്കിൽ സുന്നികളായ നമ്മൾ അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യം അല്ല. സുന്നികളായ ഞങ്ങൾക്ക് വഹാബികളെ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളെ ഇരട്ടത്താപ്പ് അണികളെ സ്വന്തം അണികൾ കൊഴിഞ്ഞു പോകുമോ എന്ന് പേടിച്ചതുകൊണ്ട് അണികളെ പിടിച്ചു നിർത്താൻ വേണ്ടി നിങ്ങൾ കഷ്ടപ്പെടുന്ന ഈ കഷ്ടപ്പാട് അതിന് ഞങ്ങൾ ഉത്തരവാദികളല്ല. അതുകൊണ്ട് ചിന്തിക്കുന്ന ഇനിയും ബുദ്ധി പണയം വെച്ചിട്ടില്ലാത്ത ബിദ്അത്തിന്റെ ആലയത്തിൽ പെട്ടുപോയ സാധാരണ ആളുകളോട് നിങ്ങൾ ഇനിയെങ്കിലും ഗൗരവത്തോടെ ചിന്തിച്ചുകൊണ്ട് സത്യത്തിലേക്ക് മടങ്ങി വരാൻ ഒരുക്കമാകണം. എങ്കിൽ നിങ്ങൾക്ക് നന്നു. എന്നാൽ സഖാഫി ഉസ്താദ് ഓടിപ്പോയി എന്നല്ലേ ഉസ്താദിന്റെ അവസാന വാക്ക്? ഒന്ന് കേട്ടു നോക്കൂ നിങ്ങൾ. ഇൻഷാ അല്ലാഹ് അവരേറെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് ഖുതുബിയ്യത്ത്. ഖുതുബിയ്യത്തിന്റെ മുഖാമുഖം ഇൻഷാ അല്ലാഹ് ജനുവരി 2ാം വാരത്തിൽ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ അവർ വിമർശിക്കുന്നതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് ജനങ്ങളെ പഠിപ്പിച്ച് അതിൽ പ്രാമാണികമായി യാതൊരു തകരാറുമില്ല എന്ന് സ്ഥാപിക്കുകയും വിശ്വാസികൾക്ക് സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നതാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു വിഷയം തെരഞ്ഞെടുക്കാനുള്ള കാരണം. കേട്ടല്ലോ, നിങ്ങളുടെ ഓരോ ആശയങ്ങളും ഈ ജനങ്ങളെ വഞ്ചിക്കുന്ന ഓരോ കളവുകളും പിടികൂടാൻ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരും ഉസ്താദുമാരും സർവസന്നാഹത്തോടെ സജ്ജമാണ് എന്ന് ഓർക്കുന്നത്. ഉഡായിപ്പുകൾ, ഈ വഞ്ചനകൾ നിങ്ങൾ നിർത്തണമെന്ന് മാത്രമാണ് നിങ്ങളോട് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നത്. അതല്ല, നിങ്ങളെ റേഡിയോ സലഫിയ റേഡിയോ സിസ്റ്റത്തോടു കൂടെ മുന്നോട്ട് പോകുന്നുവെങ്കിൽ
നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളെ വഞ്ചനകളൊക്കെ തിരിച്ചറിയാൻ മാത്രം ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ചങ്കൂറ്റമുണ്ട്. അവരെല്ലാം ബുദ്ധിയുള്ളവരാണ്. നിങ്ങളെപ്പോലെ ബുദ്ധി വഹാബിസത്തിന്റെ ആലയത്തിൽ പണയം വെച്ചവരല്ല എന്ന് ഓർക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയ ബുദ്ധി കൊണ്ട് ചിന്തിച്ചുകൊണ്ട് സത്യം ഉൾക്കൊള്ളാൻ നിങ്ങൾ ശ്രമിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ദുആ വസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.